Shizu's Kids World, a complete kids channel. പ്രിയ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഏകദേശം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള നീണ്ട കാലഘട്ടമാണിത്. ഈ സമയത്ത് ഇന്ത്യയിൽ പല വലിയ സാമ്രാജ്യങ്ങളും ഭരണം നടത്തിയിരുന്നു. ഓരോ രാജവംശവും കലയെയും സാഹിത്യത്തെയും പല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ഈ കാലഘട്ടം ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. വാസ്തുവിദ്യ, അതായത് കെട്ടിട നിർമ്മാണം, മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. അക്കാലത്ത് നിർമ്മിച്ച മനോഹരമായ കെട്ടിടങ്ങൾ. രാജാക്കന്മാർ തങ്ങളുടെ ശക്തിയും ഭക്തിയും പ്രകടിപ്പിക്കാൻ വലിയ ക്ഷേത്രങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും പണിതു. സുൽത്താനേറ്റുകളുടെയും മുഗൾ രാജാക്കന്മാരുടെയും വരവോടെ ഇന്ത്യയിൽ പുതിയൊരു തരം വാസ്തുവിദ്യ പ്രചാരത്തിൽ വന്നു. ഇതിനെ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യ എന്ന് പറയുന്നു. കുത്തുബ് മിനാർ, ഡൽഹി. കുത്തുബ് അൽ ദിൻ ഐബക്ക് നിർമ്മാണം തുടങ്ങിയ ഈ വലിയ ഗോപുരം ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ്. താജ്മഹൽ, ആഗ്ര. ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ വെളുത്ത മാർബിൾ കെട്ടിടം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ രൂപകൽപ്പനയും കൊത്തുപണികളും പൂന്തോട്ടങ്ങളും അതിമനോഹരമാണ്. ഫത്തേപൂർ സിക്രി, ആഗ്രയ്ക്ക് അടുത്തുള്ള സ്ഥലമാണത്. അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ഈ നഗരം ചുവന്ന മൺകല്ലിൽ തീർത്ത മനോഹരമായ കൊട്ടാരങ്ങൾക്കും പള്ളികൾക്കും പേരുകേട്ടതാണ്. ചിത്രകല. മധ്യകാലഘട്ടത്തിൽ ചിത്രകലയ്ക്കും വലിയ പ്രാധാന്യം ലഭിച്ചു. ചുവർ ചിത്രങ്ങൾ, ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മതപരമായ കഥകളും രാജകീയ ജീവിതവും ചിത്രീകരിക്കുന്ന വലിയ ചുവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. ലഘുചിത്രങ്ങൾ, മിനിയേച്ചർ പെയിൻറ്റിങ്സ്. ചെറിയ വലുപ്പത്തിലുള്ള ചിത്രങ്ങളാണിവ. പുസ്തകങ്ങളിലെ താളുകളിലും ആൽബങ്ങളിലുമായിരുന്നു ഇവ വരച്ചിരുന്നത്. മുഗൾ രാജാക്കന്മാർ ലഘുചിത്രകലയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. പേർഷ്യൻ ശൈലിയും ഇന്ത്യൻ ശൈലിയും ചേർന്ന ഒരു ചിത്രകലാ രീതി അക്കാലത്ത് വികസിച്ചു.
സാഹിത്യം. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതത്തിന് പുറമെ പ്രാദേശിക ഭാഷകളിലും സാഹിത്യം തഴച്ചു വളർന്നു. ഭക്തിപ്രസ്ഥാനം സാഹിത്യത്തിന് വലിയ പ്രചോദനമായി. സംസ്കൃതത്തിൽ ഒരുപാട് സ്തോത്രങ്ങളും നാടകങ്ങളും കാവ്യങ്ങളും രചിക്കപ്പെട്ടു. ജയദേവൻ എഴുതിയ ഗീതാഗോവിന്ദം കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയം വർണ്ണിക്കുന്ന ഒരു മനോഹര കാവ്യമാണ്. ഹിന്ദി. കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, മീരാഭായ് തുടങ്ങിയ ഭക്തി കവികൾ ഹിന്ദിയിൽ ലളിതമായ ഭാഷയിൽ ഭക്തിഗാനങ്ങളും ദോഹകളും, അതായത് ചെറിയ കവിതകളും എഴുതി. തുളസീദാസിൻ്റെ രാമചരിതമാനസ് രാമായണത്തെ ആസ്പദമാക്കിയുള്ള ഒരു വലിയ കാവ്യമാണ്. തമിഴ്. കമ്പരുടെ രാമായണം തമിഴിലെ ഒരു ക്ലാസിക് കൃതിയാണ്. കന്നഡ. ബസവണ്ണ